Hello everyone, welcome to the course on Electrical Drives Control for Automation. We are entering to module 3. Okay, in module 3, today we are discussing transformers and its basic principles of operation followed by its EMF equation. ഓക്കെ മൊഡ്യൂൾ 3ൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ട്രാൻസ്ഫോമർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്, ലോസസ് ആൻഡ് എഫിഷ്യൻസി, വെക്റ്റർ ഡയഗ്രാംസ്, ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ഇക്വാലൻസ് സർക്യൂട്ട് എന്താണ്, മാക്സിമം എഫിഷ്യൻസി എന്താണ്, ഓൾ ഡേ എഫിഷ്യൻസി എന്താണ്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ദെൻ ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണ്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്താണ്, ഇത്തരം കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 3, അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ട്രാൻസ്ഫോമർ എന്ന് നോക്കാം. എന്താണ് ട്രാൻസ്ഫോമർ? കണ്ടിട്ടുണ്ട് നിങ്ങൾ ട്രാൻസ്ഫോമർ അല്ലേ? റോഡ് സൈഡുകളിലും പവർ ട്രാൻസ്ഫർ നെറ്റ്വർക്കുകളിലും പവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളിലൊക്കെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കമ്പോണൻ്റ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻപുട്ട് വരുന്ന ഒരു വോൾട്ടേജ് ലെവലിനെ മറ്റൊരു വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരു സർക്യൂട്ടിലെ പവറിനെ മറ്റൊരു സർക്യൂട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ആര് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം വൺ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ടു അനദർ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ത്രൂ ദ മീഡിയം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ലാതെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിന്നും മറ്റൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലോട്ട് ത്രൂ മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. മറ്റ് ഇലക്ട്രിക്കൽ മെഷീൻസിനെ പോലെ റൊട്ടേഷൻ നടക്കുന്നില്ല. ഓക്കെ, അതൊരു സ്റ്റാറ്റിക് പീസ് ഓഫ് ഡിവൈസ് ആണ്. ഓക്കെ, ട്രാൻസ്ഫോമറിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡ് ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെക്കൻഡറി വൈൻഡിങ്. എന്താണ് പ്രൈമറി വൈൻഡിങ്? The electric circuit which receives energy from the supply mains is called primary winding. ഓക്കെ, അതുകൂടാതെ ഏതിലേക്കാണോ നമ്മൾ പവർ കൊടുക്കുന്നത്, ഓക്കെ, വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ സർക്യൂട്ട് വിച്ച് ഡെലിവേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ടു ദ ലോഡ് ഈസ് കോൾഡ് സെക്കൻഡറി വൈൻഡിങ്. ഓക്കെ, ഇപ്പോൾ സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്ന പ്രൈമറി വൈൻഡിങ്ങിലും ലോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിലും ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളിലും ജനറേഷൻ പാർട്ടിലും നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ജനറേഷൻ വോൾട്ടേജ് 11 kV ആണ്. അതിനെ ഹയർ വോൾട്ടേജിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. 132 kV ഒക്കെ ആക്കിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയുള്ള കൺവേർഷൻസ്, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക വോൾട്ടേജ്, അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ത്രൂ ദിസ് ട്രാൻസ്ഫോമർ വഴിയാണ്. ഓക്കെ, സോ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എന്താ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്? ലെവൽ ഓഫ് വോൾട്ടേജിനെ മാറ്റുക ചെയ്യുന്നത്. ഒരു ലെവൽ ഓഫ് വോൾട്ടേജിനെ വേറൊരു ലെവലിലേക്ക് മാറ്റുക ചെയ്യുന്നത്. പക്ഷേ ഫ്രീക്വൻസി മാറുന്നില്ല. സോ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി. ഓക്കെ, ട്രാൻസ്ഫോമർ ഒരു സ്റ്റേഷനറി ഡിവൈസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം റൊട്ടേഷൻ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോസസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. സോ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 99% വരും. അത്രത്തോളം തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ എഫിഷ്യൻസി ഉള്ള മോസ്റ്റ് എഫിഷ്യൻറ്റ് ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. കാരണം ലോസുകളൊന്നും അവിടെ കാര്യമായിട്ട് സംഭവിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, അതിനൊരു സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. ഓക്കെ, അതെവിടെയാണ് ചുറ്റിവെച്ചേക്കുന്നത്? ഒരു കോറിലാണ് ചുറ്റിവെച്ചേക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഇതിന് പ്രധാനമായിട്ടും ഒരു കോർ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് റെക്റ്റാങ്കുലർ ലാമിനേറ്റഡ് മാഗ്നറ്റിക് സ്ട്രക്ചർ ആണ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് രണ്ട് കോയിൽസ് അപ്പുറത്തിപ്പുറത്തുമായിട്ട് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് പ്രൈമറി വൈൻഡിങ്. ലോഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത്. സോ the winding to which AC voltage is impressed is called primary winding, and the winding across which the load is connected is called secondary winding.
ഓക്കെ, നിങ്ങൾ ഈ കോർ കൺസ്ട്രക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഒരുപാട് ലാമിനേറ്റഡ് സ്റ്റീലിൻ്റെ ഷീറ്റുകൾ പരസ്പരം അസംബിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഈ കൺസ്ട്രക്ഷൻ ചെയ്തു വച്ചേക്കുന്നത്. പക്ഷേ എയർ ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ലാമിനേറ്റഡ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്? ടു റെഡ്യൂസ് എഡി കറന്റ് ലോസ്. ഓക്കെ, കോറിലുള്ള എഡി കറന്റ് ലോസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ലാമിനേറ്റഡ് ഷീറ്റ്സ് ഓഫ് സ്റ്റീല് വെച്ചിട്ട് നമ്മൾ കോറ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആക്ച്വലി ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. ഓക്കെ, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പം പ്രൈമറിയിലേക്കാണ് സപ്ലൈ വോൾട്ടേജ് ഇംപ്രസ് ചെയ്ത് കൊടുക്കുന്നത്. സോ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V1, ഓക്കെ, അതെങ്ങോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? പ്രൈമറിയിലോട്ട് കൊടുത്തു. ഓക്കെ, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് N1 ആണ്, സെക്കൻഡറിയിലേത് N2 ആണ്. ഓക്കെ, അപ്പോൾ പ്രൈമറിയിലെ സെക്കൻഡറിൻ്റെ നമ്പർ ഓഫ് ടേൺസ് അതനുസരിച്ച് എന്ത് ചെയ്യും? പ്രൈമറിയിൽ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. അതനുസരിച്ച് പ്രൈമറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ദാറ്റ് ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ എന്ത് സംഭവിക്കും? സെക്കൻഡറിയിലും ഒരു EMF ഇൻഡ്യൂസ് ഉണ്ടാവും. ഇത് ഏത് പ്രിൻസിപ്പിളാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. സോ സെക്കൻഡറിയിൽ ഒരു EMF E2 ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ലേ? ആ കറണ്ടാണ് സെക്കൻഡറി കറണ്ട് ആയിട്ട്. അപ്പോൾ പ്രൈമറിയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? പ്രൈമറി കറണ്ട് I1 ആയിരിക്കും. ഓക്കെ, ഈഫ് V2 ഗ്രേറ്റർ ദാൻ V1, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ചെറിയ വോൾട്ടേജിനെ വലിയ വോൾട്ടേജ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഓക്കെ, ഈഫ് V2 ലെസ് ദാൻ V1, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബിറ്റ്വീൻ 2 കപ്പിൾഡ് സർക്യൂട്ട് ഓർ കോയിൽസ് ആണ്. ഓക്കെ, ആ 2 അതായത് പ്രൈമറിയും സെക്കൻഡറിയും പരസ്പരം കപ്പിൾ ചെയ്തിരിക്കുന്ന 2 സർക്യൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം എന്താ ചെയ്യുന്നത്? അവിടെ ഒരു V1 എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? പ്രൈമറിയിൽ ഒരു ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഫൈ സെറ്റപ്പ് ചെയ്തു. ഫൈ. ഓക്കെ, ആ ഫൈ എന്താണ്? ലിങ്ക്സ് വിത്ത് ബോത്ത് ദ വൈൻഡിങ്സ്, അതായത് പ്രൈമറി ആയിട്ടും അതുപോലെ സെക്കൻഡറി ആയിട്ടും വൈൻഡിങ് ലിങ്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? E1ഉം E2 ഉണ്ടാവും. ഓക്കെ, E1 എന്ന് പറയുന്നത് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ്. E2 എന്ന് പറയുന്നത് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടിന് ആക്ച്വലി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഏതിന് ഈക്വൽ ആയിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ചേഞ്ചിന് ഈക്വൽ ആയിരിക്കുമല്ലോ. സോ നമുക്ക് പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? E1 ഈസ് ഈക്വൽ ടു മൈനസ് N1 d∅dt എന്ന് എഴുതാം. E2 ഈക്വൽ ടു മൈനസ് N2 d∅dt എന്ന് എഴുതാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ മൈനസ് ടേം വരാൻ കാര്യം? ലെൻസസ് ലോ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF പറയാൻ വേണ്ടിയിട്ടാണ് മൈനസ് വന്നത്. അതായത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അതുണ്ടാക്കുന്ന കാരണത്തെ ഒപ്പോസ് ചെയ്യും. അതുണ്ടാക്കുന്ന കാരണം എന്ന് പറയുന്നത് ഫ്ലക്സ് ചേഞ്ച് ആണ്. സോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിക്ക് മൈനസ് ടേം വന്നു. സോ E1ഉം കിട്ടി, നമുക്ക് E2ഉം കിട്ടി. റേഷ്യോ എടുത്താൽ എന്ത് കിട്ടും? E2/E1 ഈക്വൽ ടു N2/N1 എന്ന് കിട്ടും. ഓക്കെ, സോ E1 ഈക്വൽ ടു മൈനസ് N1 d∅dt, E2 ഈക്വൽ ടു മൈനസ് N2 d∅dt. വെൻ ടേക്കിംഗ് റേഷ്യോ ഓഫ് ദീസ് 2 ടേംസ് E2/E1 ഈസ് ഈക്വൽ ടു N2/N1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. ഇഫ് V2 ഗ്രേറ്റർ ദാൻ V1 ആകുമ്പോഴാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇഫ് അതുപോലെ തന്നെ V2 ഗ്രേറ്റർ ദാൻ V1 എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്തോ ആവുന്നുണ്ട്? E2 ഗ്രേറ്റർ ദാൻ E1 ആവുന്നില്ലേ? അതായത് V2 എന്ന് പറയുന്നത് സെക്കൻഡറിയിലുള്ള ടെർമിനൽ വോൾട്ടേജ് ആണ്. V1 എന്ന് പറഞ്ഞാൽ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അതേ സമയത്താണ് E2 ഗ്രേറ്റർ ദാൻ E1 ആവുന്നത്. ഓക്കെ, E2 എപ്പോഴാണ് ഗ്രേറ്റർ ആവുന്നത്? നമ്പർ ഓഫ് ടേൺസ് N2 കൂടുമ്പോഴാണ്. E1 എപ്പോഴാണ് ലെസ് ആവുന്നത്? നമ്പർ ഓഫ് ടേൺസ് N1 കുറയുമ്പോൾ. സോ എല്ലാം പരസ്പരം കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ N2 ഗ്രേറ്റർ ദാൻ N1 എന്ന് പറയുന്നത് തന്നെയാണ് E2 ഗ്രേറ്റർ ദാൻ E1 അല്ലെങ്കിൽ V2 ഗ്രേറ്റർ ദാൻ V1. ഇതെന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, അതുപോലെ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് N2 ലെസ് ദാൻ N1 ആവുകയാണെങ്കിൽ എന്തായി? E2 ലെസ് ദാൻ E1 ആണ്. സെയിം സമയത്ത് തന്നെ എന്ത് കിട്ടും നമുക്ക്? V2 ലെസ് ദാൻ V1 ആണ്. സോ അതേത് കേസാണ്? ഇറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ.
ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു സെക്കൻഡറിയിൽ ഒരു EMF ഉണ്ടായി. EMF E2 കാരണം അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും ത്രൂ ലോഡ്. അതാണ് I2 എന്ന് പറയുന്ന കറണ്ട്. ഓക്കെ, ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് ലെവൽ ചേഞ്ച് ചെയ്തുകൊണ്ട് AC പവറിനെയാണ് ആര് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? ട്രാൻസ്ഫോമർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയേ. പ്രധാനപ്പെട്ട വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്നുമില്ല അല്ലേ? അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ട് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഔട്ട്പുട്ട് പവറിൻ്റെ ഫ്രീക്വൻസി തന്നെയാണ് ഇൻപുട്ട് പവറിനും. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കാവുന്ന ലോസുകൾ ഏതൊക്കെയായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ DC മെഷീൻ ഓൾറെഡി ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അവിടെ ഉള്ള ലോസ് കൂടാൻ കാര്യം റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ റൊട്ടേഷൻ ഒന്നുമില്ല, പക്ഷെ ഇവിടെ 2 വൈൻഡിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? കോപ്പർ ലോസ് ഉണ്ടാവും. അതുപോലെ ഒരു മാഗ്നറ്റിക് കോറും ഉണ്ട് ഫ്ലക്സിനെ കടത്തിവിടാൻ വേണ്ടിയിട്ട്. സോ അവിടെ ഒരു കോർ ലോസും കാണും. സോ കോർ ലോസും ഉണ്ടാവും, കോപ്പർ ലോസും ഉണ്ടാവും. കോർ ലോസ് കൺസിസ്റ്റിംഗ് ഓഫ് എഡി കറന്റ് ആൻഡ് ഹിസ്റ്ററിസിസ് ലോസ്, കോപ്പർ ലോസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ്, ബോത്ത് ദ വൈൻഡിങ്, ദാറ്റ് സീരീസ് primary and secondary. Okay, so this is the important points regarding transformer. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ? എല്ലാ ഡിവൈസിനും എന്തുണ്ടാവും? ഒരു ഐഡിയൽ കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പവർ അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടുക, ഒരു ലോസും സംഭവിക്കുന്നില്ല. അത് ഈ വൈൻഡിങ് റെസിസ്റ്റൻസിൻ്റെ ലോസ് ഉണ്ടാവില്ല, കോർ ലോസ് ഉണ്ടാവില്ല, ഒരു ലോസും ഇല്ലാതെ കൊടുക്കുന്ന അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന പരിപാടിയാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിൽ സംഭവിക്കുന്നത്. സോ എന്തൊക്കെയായിരിക്കും ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വൈൻഡിങ് റെസിസ്റ്റൻസ് കാണില്ലല്ലോ, സോ സീറോ വൈൻഡിങ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നോ വൈൻഡിങ് റെസിസ്റ്റൻസ്. ഓക്കെ, ലീക്കേജ് ഫ്ലക്സ് ഒന്നുമില്ല, സോ നോ ലീക്കേജ് ഫ്ലക്സ്. അതായത് സെയിം ഫ്ലക്സ് തന്നെയാണ് 2 വൈൻഡിങ്ങിലും ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, കൂടാതെ അയൺ ലോസസ് ഒന്നുമില്ല. അയൺ ലോസസ് ഇല്ല എന്ന് പറഞ്ഞാൽ എഡി കറന്റ് ലോസും ഇല്ല, ഹിസ്റ്ററിസിസ് ലോസും ഇല്ല. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കോർ ഹാസ് കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി. ഓക്കെ, കുറച്ച് അതിൻ്റെ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ മാഗ്നറ്റൈസേഷൻ കർവ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. അപ്പം കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി ഉള്ള കോർ ആയിരിക്കും, അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. മാഗ്നറ്റൈസേഷൻ മാറുന്നതനുസരിച്ച് ലീനിയർ വേരിയേഷൻ ആയിരിക്കും മാഗ്നറ്റൈസേഷൻ കർവ് കാണിക്കുന്നത്. അയൺ ലോസ് ഒന്നും സംഭവിക്കുന്നില്ല, എഡി കറന്റ് ആൻഡ് ഹിസ്റ്ററിസിസ് ലോസ് ഇല്ല, ലീക്കേജ് ഫ്ലക്സ് ഇല്ല, 2 വൈൻഡിങ്ങിലും സെയിം ഫ്ലക്സ് തന്നെ ലിങ്ക് ചെയ്യുന്നു, വൈൻഡിങ് റെസിസ്റ്റൻസ് ഒന്നുമില്ല. സോ ദിസ് ഈസ് ദ കേസ് ഫോർ ഐഡിയൽ ട്രാൻസ്ഫോമർ. പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷെ എന്തിന് നമ്മളിത് പഠിക്കുന്നൊരു ചോദ്യം, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ അനാലിസിസിന് വേണ്ടി നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, ഐഡിയൽ ട്രാൻസ്ഫോമറിൽ നിന്നാണ് നമ്മൾ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങളെല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ദിസ് ഇസ് ദ ഐഡിയൽ കേസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു ദ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. ഓക്കെ, ട്രാൻസ്ഫോമറിനകത്ത് EMF ഇൻഡ്യൂസ് ആവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പ്രൈമറിയിലാണെങ്കിലും സെക്കൻഡറിയിലാണെങ്കിലും എന്ത് ഇൻഡ്യൂസ് ആവുന്നുണ്ട്? EMF ഇൻഡ്യൂസ് ആവുന്നുണ്ട്. ആ EMFൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈമറി വൈൻഡിങ് എന്താണ്? നമ്മൾ ഏതിലേക്കാണോ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത് അതാണ് പ്രൈമറി വൈൻഡിങ്, അത് സപ്ലൈ ആയിട്ട് കണക്റ്റഡ് ആണ്. സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് ലോഡുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V1 ഈസ് അപ്ലൈഡ് ടു പ്രൈമറി സൈഡ്. അത് ഫ്രീക്വൻസി എത്രയാണ്? F ആണ് അതിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പ്രൈമറിയിലോട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പിൾ ഓപ്പറേഷൻ അനുസരിച്ച്. അതിനകത്തൊരു സിനുസോയിഡൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഫൈ എന്ന് പറയുന്ന ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സിനുസോയിഡൽ ഇൻ നേച്ചർ എന്ന് പറയുന്നു. സോ ഫ്ലക്സ് ഫൈയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫൈ എം സൈൻ ഒമേഗ ടി എന്ന് എഴുതി കൂടെ എനിക്ക്. ഫൈ എം ഈസ് ദ മാക്സിമം വാല്യൂ, സോ ഫൈ ഈക്വൽ ടു ഫൈ എം സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, അതുകൂടാതെ ട്രാൻസ്ഫോമറിലെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈമറിയുടെ കേസിലാണെങ്കിൽ E1 ഈക്വൽ ടു -N1 dφ/dt എന്നാണ്.
ഓക്കെ, ഇതിൽ ഫൈ എന്താണ്? ഫൈ എം സൈൻ ഒമേഗ ടി ആണ്. സോ ഫൈക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കാം? ഫൈ എം സൈൻ ഒമേഗ ടി ഇട്ട് കൊടുക്കാം. -n1 d/dt ഓഫ് ഫൈ എം സൈൻ ഒമേഗ ടി. എന്നിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. -ωn1 ഫൈ എം കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഒമേഗയ്ക്ക് പകരം 2πf ഇട്ട് കൊടുത്താൽ -2πf(n1 ഫൈ എം കോസ് ഒമേഗ ടി). ഈ കോസിനെ സൈൻ ആക്കാൻ നമ്മുടെ ട്രിഗണോമെട്രിക് റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ട് മാറ്റുവാണെങ്കിൽ 2πf(n1 ഫൈ എം സൈൻ ഒമേഗ ടി മൈനസ് 90 കിട്ടും നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് E1 എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം വാല്യൂ ആണ്. സോ E1 = 2πf(n1 ഫൈ എം സൈൻ ഒമേഗ ടി മൈനസ് 90). ഇതിൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? മാക്സിമം വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF 2πf(n1 ഫൈ എം) ആയിരിക്കും. എപ്പോഴായിരിക്കും അത് ഉണ്ടാവുക? ഈ സൈൻ ഒമേഗ ടി മൈനസ് 90യുടെ വാല്യൂ 1 ആവുമ്പോഴായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ മാക്സിമം വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി, EM പ്രൈമറി ആയതുകൊണ്ട് 1 എന്ന് കൊടുത്തു. സോ EM1 = 2πf(n1 ഫൈ എം) എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് RMS വാല്യൂ കിട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നത്? മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 എടുക്കണം. മാക്സിമം വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി, ഡിവൈഡ് ബൈ √2 ചെയ്താൽ മതി. സോ 2πf(n1 ഫൈ എം) ഡിവൈഡഡ് ബൈ √2 ചെയ്താൽ E1 = 4.44f(n1 ഫൈ എം) എന്ന് കിട്ടും. ഇതുപോലെ നിങ്ങൾ സെക്കൻഡറിയിൽ പ്രൊസീഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സിമിലർലി 4.44f(n2 ഫൈ എം) എന്നാണ്. സോ ദിസ് ഈസ് ദ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. പ്രൈമറിയുടെ കേസിലാണെങ്കിൽ 4.44f(n1 ഫൈ എം), സെക്കൻഡറി ആണെങ്കിൽ E2 = 4.44f(n2 ഫൈ എം) എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. നമുക്കിപ്പം ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ കിട്ടി. പ്രൈമറിയുടെ കേസിൽ എന്താണ്? E1 = 4.44f(n1 ഫൈ എം). ഓക്കെ, ഐഡിയൽ കേസിൽ ഇൻഡ്യൂസ്ഡ് EMF E1 എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു അപ്ലൈഡ് വോൾട്ടേജ് അക്രോസ് ദ പ്രൈമറി ആയിരിക്കുമല്ലോ. സോ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ V1 = E1 = 4.44f ഫൈ എം N1 എന്ന് എനിക്ക് എഴുതാം. അതുപോലെ സെക്കൻഡറിയുടെ എഴുതുവാണെങ്കിൽ V2 = 4.44f ഫൈ എം N2 എന്നും എഴുതാം. ഇപ്പോൾ V1 = കിട്ടി, V2 = കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം റേഷ്യോ എടുക്കാമല്ലോ. E2/E1 = 4.44f ഫൈ എം N2 ഡിവൈഡഡ് ബൈ 4.44f ഫൈ എം N1, ദാറ്റ് ഈസ് ഈക്വൽ ടു N2/N1. കാരണം മറ്റു ടേംസ് എല്ലാം ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ഇതെന്ത് തന്നെയാണ്? ആക്ച്വലി V2/V1 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു K. ഈ K ആണ് ആക്ച്വലി എന്ത്? ദ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമുക്കറിയാം N2 > N1 ആണ്. സോ K വിൽ ബി > 1. സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസിൽ N1 > N2 ആണ്. സോ K വിൽ ബി <1. ഓക്കെ, നെക്സ്റ്റ് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് ലോസസ് ഒന്നും ഉണ്ടാവില്ല. സോ ഔട്ട്പുട്ട് പവർ = ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? V2I2. ഇൻപുട്ട് പവറിൻ്റെ ഇക്വേഷൻ V1I1. സോ V2I2 = V1I1. സോ I2/I1 = V1/V2 = 1/K. ഓക്കെ, അപ്പോൾ കറണ്ടിനെയും വോൾട്ടേജിനെയും റിലേറ്റ് ചെയ്തുകൊണ്ട് ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലുള്ള ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണിത്. സോ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത് കാര്യമായിട്ട് EMF ഇക്വേഷൻ, അതിൽ നിന്നും എങ്ങനെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യവും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു the numerical problems on EMF equation. Question വായിക്കാം. A single phase transformer has 550 primary turns and 1100 secondary turns. The net cross sectional area of the core is 60 cm². If the primary winding be connected to a 440 volt 50 Hz supply, calculate maximum value of flux density in the core and voltage induced in the secondary winding. തന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക. പ്രൈമറി ടേൺസ് N1 = 550, സെക്കൻഡറി ടേൺസ് N2 = 1100. നെറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോർ 60 cm². മീറ്ററിലോട്ട് മാറ്റുവാണെങ്കിൽ 60 × 10⁻⁻⁴ m² എന്ന് കിട്ടും. ഓക്കെ, പ്രൈമറി വോൾട്ടേജ് V1 = 440 volt, ദാറ്റ് ഈസ് ഈക്വൽ ടു E1.
ഓക്കെ, പ്രൈമറി വോൾട്ടേജ് കൺസ്ട്രെയിൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അവിടെ നടുക്ക് എന്തെങ്കിലും റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഒക്കെ ഉണ്ടെങ്കിലേ വ്യത്യാസം വരുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കുന്നത് തന്നെയായിരിക്കും പ്രൈമറിയിൽ ഉണ്ടാകുന്നത്. സോ V1 തന്നെ നമുക്ക് E1 ആയിട്ട് എടുക്കാം, പ്രത്യേകിച്ച് കൺസ്ട്രെയിൻ ഒന്നും പറയാത്ത സ്ഥിതിക്ക്. അങ്ങനെ കൺസ്ട്രെയിൻ പറയുന്ന കേസ് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യും. സോ ആ കേസിൽ നമുക്ക് V1 = T1 എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് V1 = T1 ഡയറക്റ്റ് അങ്ങ് എടുക്കാം. F 50 Hz ആണ്. ആദ്യം ചോദിച്ചത് മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, EMF ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. E1 = 4.44 FIM N1 volts എന്നാണ്. അതിൽ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി φm എന്ന് പറയുമ്പോൾ E1/4.44 FN1 ആണ്. പാരാമീറ്റേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. സോ ഈ φm എന്താണ് ആക്ച്വലി? മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ആണ് അല്ലേ? നമ്മളോട് ചോദിച്ചത് മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ B, അല്ലെങ്കിൽ BM എന്ന് എഴുതാം. മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് BM എന്ന് എഴുതാം. ദാറ്റ് ഈസ് BM = φm/ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഫ്ലക്സ് ബൈ ഏരിയ ആണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഫ്ലക്സ് കിട്ടി, ബൈ ഏരിയ ചെയ്യാം. ഏരിയ തന്നിട്ടുണ്ട്, 60 × 10⁻⁴ m² തന്നിട്ടുണ്ട്. ഓക്കെ, Wb/m² അല്ലെങ്കിൽ 0.6 ടെസ്ല ഇട്ട് കൊടുക്കാം. 0.6 Wb/m² അല്ലെങ്കിൽ 0.6 ടെസ്ല ഇട്ട് കൊടുക്കാം. പിന്നെന്താ ചോദിച്ചത്? ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആക്ച്വലി E2 = V2 തന്നെയാണ്. നമ്മൾ നേരത്തെ പോലെ പറയുകയാണെങ്കിൽ ലോസ് ഒന്നും റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഒന്നും നോക്കാത്ത സ്ഥിതിക്ക് E2 = V2 തന്നെയാണ്. അതിന് നമുക്ക് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോയുടെ ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. E2/E1 = V2/V1 = N2/N1. N2 N1 തന്നിട്ടുണ്ട്. 1100/550 = 2. ഓക്കെ, ഈ E2/E1 = 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ E1 നമുക്ക് ഓൾറെഡി 440 തന്നിട്ടുണ്ട്. സോ E2 = 2E1, ദാറ്റ് ഈസ് 2 × 440, ദാറ്റ്സ് 880 വോൾട്ട്. 880 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An ideal 50 kVA transformer has 300 turns on the primary winding and 200 turns on the secondary winding. Primary carries a full load current of 20 ampere and frequency F of supply is 50 Hz. Find the following. Primary and secondary induced EMF, secondary current, maximum flux in the core. Ideal transformer ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തന്ന കാര്യങ്ങളെല്ലാം ആദ്യം എടുത്തെഴുതുക. ഐഡിയൽ 50 kVA എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റേറ്റിംഗ് ആണ്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ ആയിരിക്കും ആക്ച്വലി. സോ V1 I1 is 50 kVA. Primary turns N1 is equal to 800. Secondary turns N2 is equal to 200. And primary current I1 is equal to 20 ampere. Frequency F is equal to 50 Hz. ഐഡിയൽ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം എഴുതാൻ ഡയറക്റ്റ് ആയിട്ട് E1 = V1 എന്ന്. ആദ്യം പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF ആ ചോദിച്ചത്. ഓക്കെ, നമുക്ക് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ N2/N1 = V2/V1 = N2 N1 തന്നുകൊണ്ട് 200/800, ദാറ്റ് ഈസ് 1/4 എന്ന് കിട്ടി. ഓക്കെ, V1 I1 ആക്ച്വലി 50 kV ആണ്. ദാറ്റ് ഈസ് 50 × 10⁻³ ആണ്. അതിൽ നിന്ന് V1 എനിക്ക് എന്ത് എഴുതാൻ പറ്റി? V1 = 50 × 10⁻³ I1 എന്ന് എഴുതാൻ പറ്റി. ഓക്കെ, I1 തന്നിട്ടുണ്ട് 20 ആംപിയർ. സോ V1ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2500 വോൾട്ട് കിട്ടി. ഓക്കെ, V2/V1 = 1/4 നമുക്ക് ഓൾറെഡി തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും V2 കിട്ടുമല്ലോ, V1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2500/4, 625 വോൾട്ട് എന്ന് കിട്ടും. സോ E1 = V1 = 2500 വോൾട്ട്, E2 = V2 = 625 വോൾട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഇവിടെ? വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോയുടെ ഇക്വേഷൻ, പരസ്പരം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനെ നമുക്ക് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്തെടുത്തു. സോ നമ്മൾ അറിയേണ്ടത് EMF ഇക്വേഷനും ആ വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോയുടെ ഇക്വേഷനാണ് നമ്മൾ അറിയേണ്ടത്. അത് പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് തന്ന ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് തരാത്ത ക്വാണ്ടിറ്റീസ് കാണേണ്ടി വരിക. പിന്നെ ചോദിച്ചത് എന്താണ്? സെക്കൻഡറി കറണ്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഐഡിയൽ ട്രാൻസ്ഫോർമേഷൻ കേസിൽ V2/V1 = I1/I2 = 1/K ആണ് അല്ലേ? സോ V2/V1 = I1/I2 = 1/4. സോ I1 = 20 ആംപിയർ.
നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് I2 കണ്ടുപിടിച്ചൂടെ? 4I1 4 × 20 80 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ മാക്സിമം ഫ്ലെക്സ് ഇൻ ദ കോർ. മാക്സിമം ഫ്ലെക്സ് ഇൻ ദ കോർ എന്ന് വെച്ചാൽ E1 നമുക്കറിയാം, F അറിയാം, N1 അറിയാം. φm കണ്ടാൽ മതി. E1 by 4.44 FN1 that is equal to 0.014 വെബർ എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ട്രാൻസ്ഫോമർ, അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്, ഓക്കെ, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, EMF ഇക്വേഷൻ ഫോളോഡ് ബൈ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, PPT ഒന്നുകൂടെ നോക്കുക, വീഡിയോസ് ഒന്നുകൂടെ കാണുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.